ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്ക് അടിപൊളിയായിട്ടൊരു അച്ചാർ ഇട്ടാലോ? അത് നല്ല ബീഫ് അച്ചാറാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ അടി കെട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഉരുളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുക, നല്ല എണ്ണ. അതായത് ഓയിൽ, വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കരുത്. അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഇത്തിരി മുളക് പൊടി ഇട്ടിട്ട് വേവിച്ചെടുത്ത ബീഫ് ചെറുതാക്കി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. അത്യാവശ്യം വെന്ത ബീഫാണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് നേരം വെച്ച് ഇങ്ങനെ മൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇത് കുറച്ചധികമായിട്ടുണ്ട് കേട്ടോ. ആ ഒരു കളർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത്ര ആവണ്ട കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉള്ള ഒരു അച്ചാറാണ്. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആണ്. കാരണം ഞാനിത് വേറൊരാളെടുത്തുനിന്ന് ചോദിച്ച് വാങ്ങിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പൊ ബീഫ് ഇവിടെ റെഡി ആയിട്ട് എടുത്തിട്ടുണ്ട്. അതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് കുറച്ച് അധികം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയുടെ അളവൊന്നും എനിക്ക് കറക്റ്റ് പറയാൻ അറിയില്ല കേട്ടോ. ഞാൻ കുറച്ച് അധികം ചേർത്തിട്ടുണ്ട്. എത്ര നിങ്ങൾ എടുക്കുന്നോ അത്രയും ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇഞ്ചി അതേ അളവിൽ, വെളുത്തുള്ളി എത്രയാണോ എടുത്തിട്ടുള്ളത് അതേ അളവിൽ ഇഞ്ചി കുനുകുനാന്നരിക്കുന്നതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതും ഇതുപോലെ തന്നെ ആ എണ്ണയിലിട്ടങ്ങ് കോരി വറുത്തെടുക്കാം. പിന്നെ പച്ചമുളക് നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള അത്രയും ചേർത്ത് കൊടുക്കാം. അതും നിങ്ങളുടെ ഒരു ഐഡിയക്ക് അനുസരിച്ച് ചേർത്താൽ മതി. പിന്നെ അതെ ലാസ്റ്റ് വൺ നമ്മുടെ കരിവേപ്പിലയും കൂടെ വറുത്ത് നമ്മളതങ്ങ് കോരി മാറ്റി വെക്കുകയാണ്. ഇനി അടുത്ത പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഉലുവായും കുറച്ച് കടുകും കൂടെ ഒന്ന് വറുത്തെടുക്കണം. അത് സെയിം അളവ് തന്നെ എടുത്താൽ മതി. നമുക്ക് അതിലേക്ക് ഇടേണ്ട ഒരു ക്വാണ്ടിറ്റി ഉണ്ടാവുമല്ലോ, 2 സ്പൂണും 3 സ്പൂണോളം ഇടുമല്ലോ. അപ്പം ആ ഒരു അളവിനെടുത്തിട്ട് നന്നായിട്ടൊന്ന് വറക്കാന്ന് പറഞ്ഞാൽ ഞാൻ കരിക്കരുത് കേട്ടോ. അതിങ്ങനെ പൊട്ടി പുറപ്പെടുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം, എന്നിട്ട് പൊടിച്ചെടുക്കാം. അപ്പൊ ഇതാ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ വറുത്തെടുത്തിട്ടുള്ള പച്ചമുളക്, കരിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതേ ഓയിൽ നേരെ ചൂട്, അതായത് ചെറിയ ചൂടിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, കളറിന് ആവശ്യമായിട്ടുള്ള കാശ്മീരി ചില്ലിപ്പൊടി, ഇത്ര മാത്രം മതി. വേറെ അതിലേക്ക് അച്ചാർ പൊടികളൊന്നും ചേർക്കണ്ട. ഇത് മാത്രം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കാം. ഇപ്പോഴാണ് ഞാൻ ഗ്യാസ് ഒന്ന് ഹൈയിലേക്ക് ആക്കിയത് കേട്ടോ. ഗ്യാസിന്റെ തീ നേരത്തെ ലോ ആയിരുന്നു. അതിലേക്ക് നമ്മൾ പൊരിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ നല്ല അടിപൊളി ഒരു മണം വരും കേട്ടോ, ഒന്നും പറയാനില്ല. പിന്നെ അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മറ്റുള്ള സാധനങ്ങളൊക്കെ, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ഉലുവാപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള സുർക്ക മീൻസ് വിനാഗിരി, പിന്നെ കുറച്ച് പഞ്ചാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു എരിവും അതുപോലെ തന്നെ ആ ഒരു ഉപ്പൊക്കെ ഒന്ന് ബാലൻസ് ആവാനാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് മാറ്റി വയ്ക്കാം. സത്യം പറഞ്ഞാൽ ഇതിന്റെ കറക്റ്റ് പരുവം ഇപ്പം പിടുത്തം കിട്ടില്ല കേട്ടോ. അതായത് ഒരു ചൂടാറി അതിന്റെ ആ ഒരു ഉപ്പും പുളിയൊക്കെ പിടിച്ച് കുറച്ച് കഴിയുമ്പോഴാണ് അതിന്റെ കറക്റ്റ് പരുവം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അപ്പൊ ഞാൻ കുപ്പിയിലൊക്കെ ആക്കി ബാക്കി കുറച്ച് അതിൽ വെച്ചിട്ടുണ്ട്. എന്തിനാണെന്നറിയാം, ഇതിനാണ്. കുറച്ചധികം ചോറ് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തിട്ട് അങ്ങ് കുഴച്ച് കഴിക്കണം എൻ്റെ മക്കളെ. ഒന്നും പറയാനില്ല, ഒടുക്കത്തെ അടിപൊളി ടേസ്റ്റ് ആണ്. എൻ്റെ വായിൽ ഇപ്പൊ ഞാനിതിങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് വായിൽ വെള്ളം വരുന്നുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കിയിട്ടോ. അടിപൊളി കിടുക്കാച്ചായിട്ടാണ്. ജസ്റ്റ് ഒന്ന് ട്രൈ ആക്കിയാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. പിന്നെ ഇതുപോലെ അച്ചാറൊക്കെ വേണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഇതുപോലെ നല്ല അടിപൊളി അച്ചാറുകൾ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കൂടുതൽ ഷെയർ ചെയ്യാനും മറക്കരുത്.